എല്ലാവരും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഞാൻ ഒരാഴ്ചയായിട്ട് വന്നിട്ടില്ല. അതിന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചെന്ത് വലിയ ചേച്ചി അവിടെ പോയി ഓണം കാര്യങ്ങളൊക്കെ ഇല്ല, പിന്നെ കല്യാണം ഉണ്ടായിരുന്നു, അതിന്റെ തിരക്കിലായിരുന്നു. അല്ലാതെ നിങ്ങളെ ഞാൻ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ എവിടെ വരെയായി നമ്മുടെ ഓണത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? എല്ലാവരും എന്താ പറയുക, നമ്മുടെ മീനാസ് കറിവേൾഡിന്റെ റെസിപ്പീസ് ട്രൈ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഓണം വരുന്നേക്കാൾ മുന്നായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട കറികളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗോതമ്പ് പായസത്തിന്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നില്ലേ സദ്യ ചെയ്തപ്പോ നമ്മുടെ ഗോതമ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ രാത്രിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൻ്റെതായ കുറച്ചൊരു ലൈറ്റിന്റെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സ് അല്ലേ, നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ രാത്രിയാണ് നമ്മൾ പ്രിപ്പറേഷൻ അല്ലെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചൂടാറിയതിനു ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം രാവിലെ ഒരു 11 മണിക്ക് ആകുമ്പോൾ പുറത്ത് വെച്ച് ചൂടാക്കുക. എന്നിട്ടും ഗോതമ്പ് പായസത്തിന് തിക്നെസ് ആണെങ്കിൽ അതിൽ കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, ഇത് ചൂടാക്കി കഴിഞ്ഞാൽ പിരിയോന്ന്. ഒരിക്കലും പിരിയില്ല. നല്ല ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് തിക്നെസ് കുറച്ച് കഴിഞ്ഞാൽ നല്ല ലൂസായിട്ടിരിക്കും. പുതിയ ഫ്രഷ് പായസം പോലെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കി ഗോതമ്പ് പായസം രാവിലെ എടുത്ത് നോക്കി ഇച്ചിരി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല അടിപൊളി പായസം കിട്ടി. ഓക്കെ, അപ്പൊ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് പായസം തയ്യാറാക്കാൻ നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം വേണ്ടത് ഗോതമ്പ് നുറുക്ക്. നമ്മൾ സൂചി ഗോതമ്പ് നുറുക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 1.5 ഗ്ലാസ് സൂചി ഗോതമ്പിന്റെ അളവാണ് കേട്ടോ പറയാൻ പോകുന്നത്. സൂചി ഗോതമ്പ് ബ്രോക്കൺ എന്ന് പറഞ്ഞ പാക്കറ്റിൽ കാണാൻ പറ്റും. അപ്പൊ അല്ലെങ്കിൽ സൂചി ഗോതമ്പ് നുറുക്കുന്ന മലയാളത്തിൽ എഴുതി കാണും കേട്ടോ. അപ്പൊ അതുപോലത്തെ സൂചി ഗോതമ്പാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. ഇപ്പൊ ഈ സൂചി ഗോതമ്പ് ഞാൻ 1.5 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണിത്. ഇപ്പോൾ 20 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ള സൂചി ഗോതമ്പാണിത്. അതിലേക്ക് 5 നാളികേരാണ് എടുക്കുന്നത് കേട്ടോ. ഈ 5 നാളികേരത്തിൽ നിന്ന് 2 ഗ്ലാസ് നല്ല കട്ടിപ്പാൽ എടുക്കും. 8 ഗ്ലാസ് രണ്ടാം പാൽ എടുക്കും. ഞാൻ ഇപ്പോൾ പായസത്തിലേക്ക് 3-ാം പാൽ ഒഴിക്കാറില്ല. 2-ാം പാലും 1-ാം പാലും മാത്രമേ ഒഴിക്കാറുള്ളൂ. അപ്പോൾ 2 ഗ്ലാസ് നല്ല കട്ടിപ്പാലും പിന്നെ 8 ഗ്ലാസ് രണ്ടാം പാലും. ഓക്കെ, 1/2 കിലോ ശർക്കര ഉരുക്കി വെക്കട്ടെ. എന്നിട്ട് ആവശ്യാനുസരണം കുറച്ചാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മൊത്തത്തിൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ഓരോരുത്തർക്കും ആ മധുരത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 1/2 കിലോ ശർക്കര ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, കഴുകി വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് വെന്തോടയണ്ട കേട്ടോ. ഒരുപാട് വെന്തോടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് പായസം ആകെ അങ്ങ് കുഴഞ്ഞിരിക്കുന്ന പോലെയാവും. അത് വേണ്ട. അപ്പോൾ ഒരു 4 വിസിലൊക്കെ മതിയാവും. ഒരു 1 മണിക്കൂറൊക്കെ നേരെ സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 വിസിലിനൊക്കെ വെന്തൂന്ന് വരും. അപ്പോൾ അതനുസരിച്ച് വേവ് മാറ്റം വരും. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1.5 ഗ്ലാസ് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് 2 ലിറ്റർ വെള്ളത്തിൽ വേവിച്ചെടുക്കുക. 4 വിസിൽ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ. അതിനുശേഷം ഓഫ് ചെയ്യുക. അപ്പം തന്നെ തുറക്കുക. തന്നെ ഇതിനുള്ളിൽ ആവി പോകാൻ നിൽക്കണമെങ്കിൽ ഒരുപാട് അങ്ങ് വെന്ത് ഉടയും. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 4 വിസിൽ വശം തന്നെ ഓപ്പൺ ചെയ്യുക. ഏതപ്പോൾ നമ്മുടെ ഇത് 4 വിസിലിൽ വെന്തിട്ടുണ്ട് കേട്ടോ. 4 വിസിലായപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തുടയാൻ പാടില്ല. ആവശ്യത്തിന് തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് വെന്താൽ മാത്രം മതി. പിന്നെ ഇനി നമ്മൾ നാളികേരപ്പാലിലൊക്കെ ഇടേണ്ടതാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകണ്ട. അപ്പോൾ ഇത് നമുക്കിനി ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പില്ലേ, അത് നമുക്കിനി വരട്ടിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അല്പം നെയ്യ്. അപ്പം ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു 10 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് ഉരുക്കിയിരിക്കുന്നത്. ഉരുക്കി ശർക്കര നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ ഇത് 10 മിനിറ്റോളം കിടന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ ശർക്കര നീര്. ഞാൻ മുഴുവൻ ഒഴിക്കുന്നില്ല, കുറച്ച് ബാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. 1/2 കിലോ ശർക്കരയിൽ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇത് കിടന്ന് തിളച്ച് ഒന്നാവട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കണം. ഞാൻ 3-ാം പാൽ പിന്നെ പായസത്തിന് എടുക്കാറില്ല. വെറുതെ 2-ാം പാൽ കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പായസം കിട്ടുന്നുണ്ട്. ഇളക്കാൻ മറക്കരുത്, ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്ന് വെച്ചാൽ ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശർക്കര ഒഴിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിക്കണം. അതായത് 8 ഗ്ലാസ് പാലാണ് ഞാൻ 2-ാം പാലായിട്ട് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കുറച്ചൊന്ന് വറ്റി വരുമ്പോഴാണ് നമുക്ക് അവസാനത്തെ പാല് നമ്മൾ ഒഴിക്കേണ്ടത്. മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. പിന്നെ പായസം ഒരുപാട് തിക്കായിട്ട് കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്യാൻ പാടില്ല. ഞാൻ എപ്പോഴും എല്ലാ റെസിപ്പിയിലും പറയാറുള്ളതാണ്. കാരണം ഇരിക്കുമ്പോൾ അത് തണുത്ത് കഴിഞ്ഞാൽ അത് കട്ടയായിട്ട് മാറും. അതുകൊണ്ട് ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഐ മീൻ ഇതിൻ്റെ മധുരം നോക്കട്ടെ. നമുക്കിപ്പോൾ രുചിച്ച് നോക്കിയാൽ ഏകദേശം അറിയാൻ പറ്റും ഇത്ര മധുരം ഉണ്ടെന്നുള്ള കാര്യം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ 1/2 കിലോ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വറ്റട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അപ്പോൾ ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അവസാനത്തെ പാൽ, അതായത് തൈമ്പാൽ ഒഴിക്കാം കേട്ടോ. പിന്നെ ഈ മധുരത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞപ്പോൾ ഓരോ ശർക്കരയ്ക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇപ്പോൾ ഞാൻ 1/2 കിലോ ശർക്കര ഉപയോഗിച്ചിട്ട് എനിക്ക് മധുരം ഉണ്ടോയെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ശർക്കരയ്ക്ക് ചിലപ്പോൾ അത്ര മധുരം ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര ഉരുക്കി ഒഴിക്കാം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചില ശർക്കരയ്ക്ക് നമ്മൾ കാണുമ്പോൾ നല്ല ഇതുണ്ടാവും, പക്ഷേ അത് ഉരുക്കി വരുമ്പോൾ മധുരം അത്ര കുറച്ച് കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് പാകത്തിന് മധുരമുണ്ട്. അതായത് 1/2 കിലോ ശർക്കര എനിക്ക് കറക്റ്റായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടെ തൈമ്പാൽ ഒഴിക്കുമ്പോഴാണ് കറക്റ്റ് പറയാൻ പറ്റും നമുക്ക്. എങ്കിൽ പോലും ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ മധുരം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായയാണ്. ഞാൻ ഏലക്കായ പൊടിയല്ല, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഏലക്കായ വെറുതെയാണ് ഇടുന്നത്. അവസാനം ഞാൻ എടുത്ത് കളയും. അത് അതിലേക്ക് 3 ഏലക്കായ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. അതൊന്ന് നന്നായി എൻ്റെ മണം അതിലേക്ക് വരട്ടെ. അതിനുശേഷം നമുക്ക് എടുത്ത് കളയാം കേട്ടോ. ഏകദേശം ഇത് വറ്റാറായിട്ടുണ്ട്, വറ്റി തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റും കൂടെ വറ്റി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1-ാം പാല് ഒഴിച്ച് സംഭവം അടിപൊളിയാക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്. കാരണം സദ്യ റെസിപ്പി ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെയാണ് ഞാൻ ഗോതമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാത്രിയായി ഇപ്പോൾ. അപ്പം അതിൻ്റെ എന്താ പറയുക, ലൈറ്റിങ് അതാണ് ഇത്തിരി മോശമായിട്ടുണ്ട്. സോറി. കൊടുക്കേണ്ടത് അല്പം ഉപ്പാണ്. എല്ലാ പായസത്തിലും ഞാൻ പറയാറുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം, എന്നാലാണ് ആ കറക്റ്റായിട്ട് മധുരം ബാലൻസ് ആയി കിട്ടുള്ളൂ. നന്നായി അങ്ങ് ഇളക്കി കൊടുക്കുക. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഇത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പായസം ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതായത് എന്തായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, ചവ്വരി പഴം പാൽപ്പായസം. അപ്പോൾ ആ ഉപ്പിട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പാല് പിരിയില്ലേ. നമ്മൾ 1-2 നുള്ളല്ലേ ഈ ഉപ്പ് ഇടുന്നതെന്ന് പറയണത്. അപ്പോൾ ഒരിക്കലും പാലൊന്നും പിരിയാറില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ആ പായസത്തിന് പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാല് പിരിയെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പായസം അന്തിമഘട്ടത്തിലേക്ക് വരികയാണ് കേട്ടോ. അതിന് അത്യാവശ്യം എന്താ പറയുക വറ്റിയിട്ടുണ്ട്. ഇനി മതി. ഇനി വറ്റി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് മാറും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തൈമ്പാൽ ഒഴിക്കാം. തൈമ്പാൽ ഒഴിക്കുന്നതിനേക്കാൾ മുന്നായിട്ട് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈമ്പാലിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ചുക്കുപൊടി ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അല്ലെന്ന് ചെയ്ത് കട്ട കുത്തി പായസത്തിൽ കിടക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നത് കേട്ടോ. ചുക്കുപൊടി മിക്സ് ചെയ്തിട്ടുള്ള 1-ാം പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി ഒന്ന് തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ ഗോതമ്പ് പായസം, സൂചി ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് എന്നുള്ള റെസിപ്പി ആയിരുന്നത്. എനിക്ക് പേഴ്സണലിയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പാൽപ്പായസത്തിനേക്കാളും ഇഷ്ടമാണ് ഗോതമ്പ് പായസം. എൻ്റെ അമ്മയ്ക്കും അതെ. അമ്മ ഇപ്പോൾ കഴിക്കില്ല, അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉള്ള അമ്മ പായസമൊന്നും കുടിക്കാറില്ല. എന്നാൽ പോലും ഇത് ഞാൻ കൊടുക്കും കുറച്ച്. ഇത് മതി, നമുക്ക് ഓഫ് ചെയ്യാം. ചൂടായിട്ടുണ്ട്. ഇനി തിളപ്പിക്കണ്ട കേട്ടോ. കുട്ടേട്ടൻ്റെ ചുമ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ട് ഒരുമാതിരി പണ്ടത്തെ സദ്യ ഉണ്ടാക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ വീട്ടിലിപ്പോൾ. കല്യാണ തലേസം പോലെയാന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാനേ മതി. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് ഇട്ട് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ പായസ പരിപാടി പൂർണ്ണമാവും. അപ്പം നമുക്ക് പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിടാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നെടുകെ കീറിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വഴറ്റി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇട്ടാവശ്യം തന്നെ അണ്ടിപ്പരിപ്പ് കരിഞ്ഞു പോകും കേട്ടോ. സൂക്ഷിക്കുക. കാരണം സമയം എടുത്തിട്ട് വറക്കുമ്പോഴാണ് ആ അണ്ടിപ്പരിപ്പിന് ടേസ്റ്റ് കൂടുക. അണ്ടിപ്പരിപ്പിന് നല്ല എന്തിനാണെങ്കിലും പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണേ. സെയിം നെയ്യിലോട്ട് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കുക. കിസ്മിസ് ഇടുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ചേ ചേർക്കാറുള്ളൂ. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമാണ് കിസ്മിസ്. പക്ഷെ എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ജാനിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചേർക്കുന്നതാണ്. ഞാൻ കുടിക്കാനൊന്നും ഇട്ടിട്ടില്ല, ആൾ ദുബായിലാണ്. പക്ഷെ എന്നാൽ പോലും പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കിസ്മിസ്
ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് തീർത്ത് വരുമ്പോൾ നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് ഇത് വീർത്തിട്ടുണ്ട്. പായസം നമ്മൾ ഈ അടുപ്പിലോട്ട് എടുത്ത് വെക്കട്ടെ. അതിന് ശേഷം ഇതിട്ട് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫൈനൽ ടേസ്റ്റിംഗ് ഒന്ന് നടത്തട്ടെ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറയാം. എന്തെങ്കിലും കുറവുണ്ടോയെന്നുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ നമുക്കത് നികത്തി കൊടുക്കണം. അടിപൊളി ഗോതമ്പ് പായസം. അപ്പോൾ ഞാൻ ഇത്ര കൂടുതൽ ഉണ്ടാക്കിയത് ഇവിടെ കുറച്ച് മെമ്പേഴ്സ് കൂടുതലുള്ളതാണ് കാരണമാണ്. നിങ്ങൾക്ക് കുറച്ച് പേരുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ഇട്ടാലും ഒരു 3-4 പേർക്ക് ഇഷ്ടം പോലെ പായസമാവും. അല്ലെങ്കിൽ 1 ഗ്ലാസ് ഇട്ടാലും മതി. ഇപ്പോൾ ഇതൊരു 10-15 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എത്ര പേർക്ക് കഴിക്കാൻ പറ്റുന്നുള്ള കാര്യം. ഒരു 15 പേർക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. കുട്ടേട്ടാ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വാ. കുട്ടേട്ടന് ആജി ചേച്ചിക്കൊക്കെ കൊടുക്കട്ടെ കേട്ടോ. ആജി ചേച്ചി കറക്റ്റ് അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ ഓഫ് ചെയ്യണേ. അടിപൊളി. കുട്ടമ്പായി കുറിച്ച് അഭിപ്രായം പറഞ്ഞു വന്നാലും ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ കേട്ടാ എൻ്റെ പ്രിയപ്പെട്ട ഗോതമ്പ് പായസത്തിന്. ഇത് ഒരുപാട് മധുരമില്ല കേട്ടോ, ആവശ്യത്തിനുള്ള മധുരമുള്ളേ. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം. ഇത് മീഡിയം മധുരമാണ് ഇത് സംഭവം. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അതോടെ ഓടെ ഏത് തിരിച്ചോട് തിരിഞ്ഞോ സ്പീഡിലോട് എന്തോന്നാണ് ഇരിക്ക് കഴിഞ്ഞില്ലേ. ആരും ഓടുന്നില്ലല്ലോ. പാട്ടെന്ന് പറയാ തെറ്റി തെറ്റി അത് ജയിച്ചോ പിന്നെ